ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. നമ്മുടെ ഋതിക രോഷ്നിയോട് പറയുക, ഋതികയിൽ നിന്നും രാജു ഒരിക്കലും അകലില്ല. അതിൻ്റെ കാരണം രാജു എൻ്റെ കഴുത്തിൽ മിന്നു ചാർത്തിയ എൻ്റെ ഭർത്താവാണ്. ഋതികയുടെ അവസാന ശ്വാസം വരെ ഈ ഹൃദയത്തിനുള്ളിൽ രാജു ഉണ്ടാകും. എൻ്റെ ജീവനാണ് എൻ്റെ രാജു. ഇത് രാജു മുകളിൽ നിന്ന് കേട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ രാജു നിൽക്കുവാണ്. രോഷിണിയോ ദേഷ്യവും സങ്കടവും വരുന്നു. ഇവള് താണ്ട രാജുവിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് മറ്റവള് താണ്ട രാജുവിൻ്റെ ഭാര്യയാകാൻ നടക്കുന്നു. രാജുവിനെ എൻ്റെ സൈഡിലോട്ട് ഞാൻ എങ്ങനെ കൊണ്ടുവരും? എൻ്റെ ഈശ്വര, എനിക്കൊരു വഴി കാണിച്ചു തരണേ. ആ നിപ്പ് കണ്ടുകൊണ്ട് നമ്മുടെ ഋതിക പറയാം, രോഷിണി മാഡം, വെറുതെ പാഴ്ക്കിനാവ് കണ്ട് മേഡത്തിന് ടൈം വെറുതെ കളയാതെ മേഡത്തിൻ്റെ കരിയർ ശ്രദ്ധിക്കുക. മേഡത്തിനുള്ള സ്നേഹവും ബഹുമാനവും ഉള്ളതുകൊണ്ട് പറയുക, മേഡം മനസ്സ് വെച്ചാൽ മേഡത്തിൻ്റെ അച്ഛനേക്കാളും വലിയ പൊസിഷനിലെത്താൻ പറ്റും. പിന്നെ ഈ മരപ്പോത്തിനോട് ആ വേദമോന്ന്, അവിടെ ഒരു ഉപദേശം രോഷ്ണിക്ക് രോഷം കൊള്ളുക. ഈ സമയം സ്വാമിയാണെങ്കിൽ രാജുവിൻ്റെ അടുത്തിട്ട് വന്നിട്ട് ചോദിക്കും, സാറിത് എന്തോ നോക്കി നിൽക്കുക? ആ സ്വാമി ഒരു കാര്യം ചെയ്യ്, ഋതികയെ ഭദ്രമായിട്ട് ഓഫീസിൽ കൊണ്ടെത്തിക്കണം. പിന്നെ ആ സന്ദീപിൻ്റെ കാര്യത്തിലൊരു നോട്ടവും വേണം. ദൈവമേ, ഇതാണോ ഇനി രാജീവ് സാറിൻ്റെ യഥാർത്ഥ മനസ്സിലുള്ള പ്രണയകഥ? അപ്പോഴകത്തുള്ളതോ? അങ്ങനെ ഋതികയും രോഷിനിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്തോട്ട് സ്വാമി വന്നിട്ട് പറയുന്നത്, മേഡം ഓഫീസിലോട്ട് പോയാലോ? ഉടനെ രോഷിനി പറയാം, ഞാൻ വന്നോളാം, സ്വാമി പോയിക്കോ. അയ്യോ സോറി മേഡം, മേഡത്തിനെ അല്ല, ഞാൻ ഋതിക മേഡത്തിനെയാണ് വിളിച്ചത്. ദൈവമേ, അവിടെയും കൊടിയ അപമാനം. ഇത്രയും അപമാനം ഏറ്റുവാങ്ങാൻ രോഷിണി ആരാ? അങ്ങനെ സ്വാമി ഋതികയും വിളിച്ചോണ്ട് ഓഫീസിലോട്ട് പോകുവാണ്. ആ രംഗം കൂടെ കണ്ട് രോഷിണി അങ്ങനെ അവിടെ നിന്ന് രോഷം കൊള്ളുവല്ലാതെ രോഷിണിയെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാത്രി പ്രതാപൻ നല്ല ഉറക്കത്തിലാണ്. ഋതിക അങ്ങോട്ട് പ്രതാപൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഏങ്ങി കരയുവാൻ. അച്ഛാ, പണ്ട് എന്നോട് അച്ഛൻ്റെ മനസ്സിൽ വിരോധം ഉണ്ടായിരുന്നെങ്കിലും അച്ഛൻ്റെ പിറന്നാൾ ദിവസം ഞാൻ ഓർത്ത് വെച്ച് അച്ഛന് സർപ്രൈസ് തന്ന് ഞങ്ങളെല്ലാവരും അച്ഛൻ്റെ പിറന്നാൾ ആഘോഷിക്കാറുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ അച്ഛൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ ആരെയും സമ്മതിപ്പിച്ചില്ല. അച്ഛൻ അങ്ങനെ സമ്മതിച്ചിരുന്നെങ്കിലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും ആയിരുന്നു. പക്ഷെ എൻ്റെ പിറന്നാൾ എൻ്റെ അച്ഛൻ ആഘോഷിച്ചു. അച്ഛൻ്റെ ഈ പിറന്നാൾ അച്ഛൻ്റെ മകൾക്ക് ആകുന്ന വിധം ആഘോഷിക്കണമെന്ന് ആഗ്രഹമാണ്. എൻ്റെ സങ്കല്പത്തിനൊത്ത് ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ അത്രയ്ക്ക് പണം എൻ്റെ കയ്യിലില്ലച്ച. അതാ എൻ്റെ വിഷമം. ഉറങ്ങിക്കിടന്ന പ്രതാപൻ്റെ കയ്യിലോട്ട് ഋതികയുടെ കണ്ണുനീർ തുള്ളികൾ വീണപ്പോൾ പ്രതാപൻ പെട്ടെന്ന് ഞെട്ടി അങ്ങ് എഴുന്നേക്കുവാണ്. എഴുന്നേറ്റ് നോക്കുമ്പോൾ തൻ്റെ കണ്ണുനീരോടെ നിൽക്കുന്ന ഋതിക. എന്താ മോളെ ഈ സമയത്ത്? എൻ്റെ മോടെ കണ്ണെന്താന്ന് അറിഞ്ഞിരിക്കുന്നല്ലോ. എൻ്റെ മോക്ക് എന്തെങ്കിലും വിഷമമുണ്ട്? അച്ഛൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 20 വർഷങ്ങളിൽ ഞാൻ കാരണം അച്ഛൻ എന്തൊക്കെ സഹിച്ചു, എന്തൊക്കെ ത്യജിച്ചു. എന്നിട്ടും അച്ഛൻ യാതൊരു കുറവും എനിക്ക് വരുത്തിയിട്ടില്ല. മോളെ, നീ ജനിച്ചതിന് ശേഷം അച്ഛൻ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. അപ്പോഴൊക്കെ അച്ഛൻ്റെ കടമ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ രാത്രി മോൾ എന്തിനാ ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കുന്നത്? മോള് കരയാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അച്ഛാ, 1 മിനിറ്റ് എന്നും പറഞ്ഞ് ഋതിക പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. സന്തോഷത്തോടെ ഋതിക ഒരു ഡ്രസ്സ് കൊണ്ടുവന്ന് പ്രതാപൻ്റെ അടുത്ത് കാണിച്ചിട്ട്, അച്ഛനത് നോക്കിക്ക, ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഞാൻ തന്നെ തയ്ച്ചതായത്. എന്തിനാ മോളെ ഇതിപ്പോൾ എന്നിങ്ങനെ പറയുമ്പോൾ ആ ക്ലോക്കിൽ 12 അടിക്കുന്നു. തിരിച്ചുകൊണ്ട് ഋതിക ഹാപ്പി ബർത്ത്ഡേ അച്ഛാ എന്നിങ്ങനെ പറയുവാണ്. സന്തോഷത്തോടെ നിറ കണ്ണുകളോടെ പ്രതാപൻ താങ്ക് യു മോളെ, താങ്ക് യു സോ മച്ച് എന്നും പറഞ്ഞ ഡ്രസ്സ് ഋതികയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവാണ്. അച്ഛാ, ഞാൻ കാരണമല്ലേ അച്ഛാ എൻ്റെ അച്ഛൻ ഈ അവസ്ഥ വന്നത്. എനിക്ക് വേണ്ടി അച്ഛൻ എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ അച്ഛൻ ഒന്നും ചെയ്തു തരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. വിങ്ങി പൊട്ടി കരഞ്ഞോണ്ട് ഋതിക പറയുക, ഒരു കാലത്ത് അച്ഛനെ ഭയത്തോടെയും ബഹുമാനത്തോടെയും കണ്ടുകൊണ്ടിരുന്നവർ എൻ്റെ അച്ഛൻ, അതാച്ചാ എനിക്ക് ഏറ്റവും വിഷമം വന്നത് എന്നും പറഞ്ഞ് ഋതിക വീണ്ടും പൊട്ടി കരയുവാണ്. മോളെ, അച്ഛനെ ഇപ്പോൾ ആളുകൾ എങ്ങനെ കാണുന്നു, അച്ഛനെക്കുറിച്ച് എന്തു പറയുന്നു, അതിനൊന്നും മോള് കണ്ണും കാതും കൊടുക്കരുത്. എൻ്റെ മനസ്സിൽ എൻ്റെ അച്ഛൻ എന്നും ഹീറോയാ. ഋതികയുടെ ആ സങ്കടം കണ്ടുകൊണ്ട് പെട്ടെന്ന് പ്രതാപൻ എഴുന്നേറ്റിട്ട് ഋതിയെ അങ്ങ് ചേർത്ത് പിടിച്ചിട്ട്, മോളെ, നീ മാത്രമാണ് എൻ്റെ ലോകം. എൻ്റെ മോൾ എന്നെ ഒരു ഹീറോയായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എന്താ മോളെ ഈ അച്ഛന് വേണ്ടത് എന്നും പറഞ്ഞ് പ്രതാപനും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഋതിക ചേർത്ത് പിടിച്ച് മുത്തം കൊടുക്കുവാണ്. ഋതിക പറയാ, അത് പോരച്ച, എൻ്റെ അച്ഛൻ പ്രതാപത്തോടുകൂടി എല്ലാവരുടെയും മുന്നിൽ വീണ്ടും ആ പ്രതാപവർമ്മയായി നിൽക്കുന്നത് എനിക്ക് കാണണം. എല്ലാവരുടെയും ആ പഴയ പ്രതാപവർമ്മയായി എൻ്റെ അച്ഛൻ മാറാൻ വേണ്ടി എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ്. ഇതാണ് ഒരു അച്ഛൻ്റെയും മകളുടെയും സ്നേഹം. താങ്ക്സ് മോളെ, എൻ്റെ ഈ പിറന്നാൾ ദിവസം ഞാൻ തന്നെ മറന്നിരിക്കുമായിരുന്നു. ഇത്രയൊക്കെ സ്നേഹമൊക്കെ ഉള്ള ഈ മോൾക്ക് വേണ്ടി പ്രതാപ അല്പം ഒന്ന് താന്നിരുന്നെങ്കിൽ ഇന്ന് ഈ മോളി കണ്ണുനീരോടെ ഈ വിധവയെപ്പോലെ നിന്റെ മുന്നിൽ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ? പെങ്ങൾക്ക് വേണ്ടി സകലതും അടിയറ വെച്ച് ഇന്നാ പെങ്ങൾ എന്തിയേ? ഈ പെങ്ങൾ ഓർത്തോ നിന്റെ പിറന്നനാൾ?
പ്രതാപൻ ഹൃതിയോട് പറയുക, എല്ലാ പിറന്നാൾ ദിവസം പോലെ മോൾ ഇപ്പോഴും എനിക്ക് ഗിഫ്റ്റും തന്നു, ആദ്യത്തെ വിഷും തന്നു. അച്ഛൻ്റെ മനസ്സ് നിറഞ്ഞു മോളെ. സമയം ഒരുപാടായി, മോള് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിനി. അച്ഛാ, എനിക്കൊരാഗ്രഹം, ഞാനിന്ന് അച്ഛൻ്റെ റൂമിൽ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. എൻ്റെ അച്ഛൻ്റെ നെഞ്ചിലെ ചൂട് പറ്റി ഉറങ്ങണമെന്നൊരാഗ്രഹം എന്നും പറഞ്ഞ് ഹൃതിക വീണ്ടും പൊട്ടിക്കരയുക. പ്രതാപൻ ഇതിൽ പരം ഒരു സന്തോഷമില്ല. ഹൃതിക കുഞ്ഞായിരിക്കുമ്പോൾ പോലും പ്രതാപൻ അങ്ങനെ കൂടെ കിടത്തിയിട്ടുണ്ടാവില്ല. ഇപ്പോഴാണ് പ്രതാപൻ ആ സ്നേഹവും ആ ഭാഗ്യവും കൈവന്നിരിക്കുന്നത്. ഹൃതിക പിറ്റേന്ന് ഒരു ബേക്കറി വന്നിട്ട് ചോദിക്കുന്നു, ചോക്ലേറ്റ് ഫ്ലേവറുള്ള കേക്കിന് എന്താ വില? 1 കിലോ 600 രൂപ. എന്നിട്ട് ഹൃതിക വേറൊരു കേക്ക് ചോദിക്കുന്നു, അതിന് 2000 രൂപ വിലയാവും മേഡം. എങ്കിലേ ചോക്ലേറ്റ് കേക്ക് ഒരു 2 കിലോ പാക്ക് ചെയ്തോ. അതിനെന്താ മേഡം, ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. കുഴപ്പമില്ല ചേട്ടാ എന്നും പറഞ്ഞ് ഹൃതിക പൈസയൊക്കെ കൊടുത്തിട്ട് പറയുന്നു, കേക്ക് മേടിക്കാനേ ഞാൻ തന്നെ വരും കേട്ടോ. അഥവാ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും വരും. അപ്പോൾ പ്രതാപ് വർമ്മയ്ക്ക് വേണ്ടി ഓർഡർ ചെയ്ത കേക്ക് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ കൊടുത്തു വിട്ടേരെ. എന്തെങ്കിലും എഴുതണോ മേഡം? ഹാപ്പി ബർത്ത്ഡേ അച്ഛാന്ന് എഴുതിയാൽ മതി. അല്ല, നമ്മുടെ പ്രതാപ് എന്നാണ്ട് ഹൃതിക കൊണ്ട് കൊടുത്ത ഉടുപ്പൊക്കെ ഇട്ട് ഒരു സൂപ്പർ ഹീറോ ആയിട്ട് ഇങ്ങനെ കണ്ണാടിന് മുന്നിൽ നിന്ന് ഒരുങ്ങുവാണ്. പ്രതാപൻ്റെ മുഖത്തെ സന്തോഷം ഒന്ന് കാണണം. ഹൃതിക വന്നിട്ട് ചോദിക്കും, അച്ഛാ അച്ഛന് ഡ്രസ്സ് ഇഷ്ടമായോ? ഇത് ഒരുപാട് കോസ്റ്റ്ലി ഒന്നും അല്ല കേട്ടോ മോളെ. ഒരു സമ്മാനത്തിൻ്റെ മൂല്യം അളക്കുന്നത് അതിൻ്റെ പ്രൈസ് ടാഗ് കൊണ്ടല്ല മോളെ, അത് നൽകുന്ന ആളിൻ്റെ മനസ്സുകൊണ്ടാണ്. ഇത് എൻ്റെ മോൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ്. അപ്പോഴച്ഛൻ ഇതെന്നും പ്രിയപ്പെട്ടതായിരിക്കും. എൻ്റെ കണ്ണിൽ എപ്പോഴും നീ കുറുമ്പ് കാട്ടി എന്നെ ദേഷ്യം പിടിപ്പിക്കാറുള്ള ഒരു കുട്ടിയായിരുന്നു. നീ ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് സ്റ്റിച്ചിങ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് മോളെ. അല്ല, ചോദിക്കാൻ വിട്ടുപോയി, ഈ ഡിസൈനിങ് ഒക്കെ എൻ്റെ മോളെ എപ്പോൾ പഠിച്ചു? ഒന്നും ഓർക്കാതെ പെട്ടെന്ന് ഹൃതിക സന്തോഷത്തോടെ പറയും, അത് ഞാൻ രാജുവിൻ്റെ അടുത്തൊന്നും പഠിച്ചതാച്ചാ. അത് കേട്ടത് പ്രതാപൻ്റെ അതുവരെയുള്ള സന്തോഷം അങ്ങ് മങ്ങി. എന്ത് പറയണമെന്നറിയാതെ വിക്കി ഹൃതിക പറയാം, അച്ഛാ ഞാൻ പണ്ട് രാജുവിൻ്റെ വീട്ടിലായിരുന്നപ്പോൾ രാജു എന്നെ ഡിസൈനിങ് പഠിപ്പിക്കാൻ അയച്ചത്. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ സ്വന്തം കാലിൽ നിൽക്കാനൊരു തൊഴിലുണ്ടാകണമെന്ന് കരുതി രാജു പറഞ്ഞപ്പോൾ അപ്പോൾ പോയതാ. ഞാനത് അച്ഛനോട് പറയാൻ വിട്ടുപോയതാ. ദൈവമേ, അച്ഛൻ ഈ ജുബ ഇനി വലിച്ചൂരി കളയുവോ? ആകെ ഭയന്നിട്ട് ഹൃതിക പറയുക, സോറി അച്ഛാ. മോളെ, സോറി പറയേണ്ടത് അച്ഛനാ. തിരക്കുകൾക്കിടയിൽ നിന്റെ കാര്യം ശ്രദ്ധിക്കാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയുടെ ഇഷ്ടാനിഷ്ടാനങ്ങൾ ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതൊന്നും സാരമില്ലച്ചാ. എനിക്ക് അച്ഛനെക്കുറിച്ച് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. എന്താ അച്ഛാ ഇത്? സന്തോഷമായിട്ടിരിക്കേണ്ട ദിവസമല്ലേ ഇന്ന്? പിന്നെ എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ മൂടവിട്ടാക്കുന്നത്? ഒരിക്കൽ കൂടി എൻ്റെ അച്ഛന് ഈ മോളുടെ 100,000 പിറന്നാളാശംസകൾ. താങ്ക് യു മോളെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പ്രതാപൻ്റെ ആ മുഖത്ത് അല്പം വിഷാദമുണ്ട്. രാഷ്ട്രീയത്തിൽ എൻ്റെ അച്ഛനെ ചതിച്ച എല്ലാവരുടെയും മുഖങ്ങൾ നമുക്ക് നാട്ടുകാരുടെ മുന്നിൽ തുറന്ന് കാട്ടണം. എൻ്റെ അച്ഛൻ പഴയതുപോലെ മിനിസ്റ്ററുടെ പദവിയിൽ കയറണം. വേണ്ട മോളെ, അങ്ങനെയുള്ള വലിയ ആഗ്രഹങ്ങളൊന്നും ഇപ്പോൾ എനിക്കില്ല മോളെ. ഇനിയുള്ള കാലം എൻ്റെ കുടുംബത്തിലുള്ളവരോടൊപ്പം എൻ്റെ മകളുടെ ഉത്തരവാദിത്തമുള്ള അച്ഛനായിട്ട് ഈ കുടുംബത്തിലെ ഗ്രഹനാഥനായിട്ട് കഴിയാനുമാണ് അച്ഛൻ്റെ ആഗ്രഹം. രാഷ്ട്രീയക്കാരനായിരുന്ന പ്രതാപ് വർമ്മ രാഷ്ട്രീയത്തിൽ തോറ്റു. പക്ഷെ എൻ്റെ മകളുടെ അച്ഛനാണെന്ന സ്ഥാനം, ആ ഉത്തരവാദിത്തത്തിൽ ഞാൻ തോൽക്കാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നു മോളെ. ഇനി മുതലുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രാധാന്യം അത് നീയായിരിക്കും മോളെ. ഹൃതിയെ കേൾക്കാൻ കൊതിച്ചിരുന്ന വാക്കുകളായിരുന്നു ഒക്കെ. അത് കേട്ടതും ഹൃതിയയ്ക്ക് സന്തോഷം സഹിക്കാനാകാതെ അച്ഛനെ വീണ്ടും കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുക. ഈ രംഗം കണ്ടുകൊണ്ട് നമ്മുടെ ശേഖരനും യാമിനിയും അങ്ങോട്ട് വരുന്നുണ്ട്. അവർ രണ്ടുപേരും വന്ന് പ്രതാപന് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. ശേഖരൻ പ്രതാപന്റെ ജുബ നോക്കിയിട്ട് പറയുന്നു, ഡ്രസ്സ് വളരെ മനോഹരമായിട്ടുണ്ട് ചേട്ടാ. ശേഖര, ഇത് മോള് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാ. അയ്യോ ആണോ മോളെ? അതേ ചെറിയച്ച, വളരെ നന്നായിട്ടുണ്ട് മോളെ. ഈ സമയത്ത് കള്ളി അംബിക പുറത്തു നിന്ന് ആലോചിക്കുക, ഇന്ന് പ്രതാപൻ്റെ പിറന്നാളായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഹൃതിയ കയറി ഓവർടേക്കിംഗ് ചെയ്തു കളയും. അവൾ ചാടിക്കയറി എന്തെങ്കിലും ആദ്യം ചെയ്താൽ അത് പ്രശ്നമാകും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്ത് പ്രതാപനെ ഒന്ന് സന്തോഷിപ്പിക്കണം. എൻ്റെ ദൈവമേ, ഹൃതിയയുടെ കേക്ക് പോയി കള്ളി മേടിക്കുമോ എന്നറിയില്ല. എന്തെങ്കിലും ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചാൽ കാശ് എവിടുന്ന? ക്ലബിലെ കൊച്ചമ്മമാരോടെങ്കിലും ചോദിച്ചാൽ അവളുമാരുടെ ജാട കാണണം. ഇനി ആകെ അവസാനമുള്ള ഒരു വഴി ഒന്നേ ഉള്ളു, എൻ്റെ പൊന്നു മോന. എന്നാൽ അവനാണെങ്കിലോ ആ താടകയുടെ പിടിയിലുമാണ്. എന്നാലും അവനെ ഒന്ന് വിളിച്ചു നോക്കാം. ഈ സമയത്താണെങ്കിൽ ദീപക്ക് നന്ദനയുമായിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. നന്ദന എന്തോ ജോക്കൊക്കെ കാണിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. മൊബൈലിലെന്തോ കണ്ട് ചിരിക്കുക. ഇവന്മാരെ കൊണ്ട് തോറ്റ്. മനുഷ്യരെ ചിരിപ്പിച്ച് കൊല്ലു ഇവന്മാര്. എന്തോ ഇങ്ങോട്ട് കാണിച്ച ഞാനോടെ നോക്കട്ടെ. അയ്യടാ, നേരെ നോക്കി അങ്ങോട്ട് വണ്ടി ഓടിയിരും. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള പണിയൊക്കെ അങ്ങോട്ട് ചെയ്തു തീർക്കണം. ബെസ്റ്റ്. അംബികയുടെ പുന്നാര പുത്രന്റെ ജോലി എന്തുവാ? നന്ദനയുടെ വീട്ടു ജോലിക്കാരൻ. അയ്യോ നന്ദു, അമ്മയാണല്ലോ വിളിക്കുന്നത്. എന്തെങ്കിലും ഉടായിപ്പിനായിരിക്കും. ദീപക് ആ ഫോണൊന്ന് സ്പീക്കറിലിട്ടെ. മോനെ, നീ എന്തൊടുക്കുവാടാ? അമ്മേ, ഞാൻ വർക്കൗട്ട് ചെയ്യുവാ അമ്മേ.
അത് നന്നായി മോനെ. ആഹാരമൊക്കെ കഴിച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് എൻ്റെ മോൻ ആരോഗ്യം ശ്രദ്ധിക്കണം കേട്ടോ. എടാ അവളെന്തിയേ? അവിടെങ്ങാനും ഉണ്ടോ? ഉടനെ നന്ദന പറയാ, ഞാൻ കേൾക്കുന്നുണ്ട്. ഫോണേ സ്പീക്കറില്ല. അയ്യോ ആണോ? എനിക്ക് തോന്നി. അതെ നിങ്ങൾക്ക് തോന്നും. എന്നാലേ അംബിക തമ്പുരാട്ടി വിളിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പറ. ദീപുവിൻ്റെ വർക്കൗട്ടേ പാതി വഴി നിൽക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും വേറെ സെക്ഷനുണ്ട്. മോളെ ഇന്ന് പ്രതാപൻ്റെ ബർത്ത്ഡേ. അതിന് ഞാനെന്ത് വേണം? എനിക്ക് എന്തെങ്കിലും അവന് സർപ്രൈസ് കൊടുക്കണമെന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് കാശ് തന്നൊന്ന് സഹായിക്കാൻ പറ്റുമോ? ആ ഋതിക ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോഴേ അവളുടെ മുന്നിലൊന്നോ ഷൈൻ ചെയ്യാൻ. ദൈവമേ, കേക്കിൻ്റെ കാര്യമൊക്കെ ഇവൾ അറിഞ്ഞു. ഇനി ആ കേക്കിൽ എന്തെങ്കിലും കലർത്തുവോ? എന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് ഒന്നും അറിയില്ലല്ലോ. പിറന്നാൾ ആഘോഷിക്കാനേ നിങ്ങളുടെ ആങ്ങളെ LKG സ്റ്റുഡൻ്റ് ഒന്നും അല്ലല്ലോ. എൻ്റെ കയ്യിലെങ്ങും കാശൊന്നുമില്ല. ഉടനെ ആ രണ്ടും കെട്ട ദീപക്ക് പറയാം, നന്ദു എന്തെങ്കിലും കുറച്ച് കൊടുക്കും നന്ദു. അമ്മയ്ക്ക് ചിലപ്പോൾ അമ്മാവനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാനാണെങ്കിലോ? ഓ പിന്നെ ഇമ്പ്രസ് ചെയ്യാൻ നിങ്ങളുടെ അമ്മാവൻ ആരാ? രാജാവോ? ആ കാലമൊക്കെ അങ്ങ് കഴിഞ്ഞു. നന്ദു പ്ലീസ് പോയി എന്തെങ്കിലും ജോലി ചെയ്തു കൂടടാ. പിച്ച എടുത്തെങ്കിലും നിന്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കടാ കാശ്. നാണം കെട്ടവനെ. നന്ദു പ്ലീസ്, നന്ദു പ്ലീസ്. അമ്മ ആദ്യമായിട്ട് ചോദിച്ചതല്ലേ. എന്നാൽ ശരി, ഞാൻ ദീപുവിൻ്റെ കയ്യിലൊരു 5000 കൊടുത്തു വിട്ടേക്കാം. അംബികയുടെ വാ തണ്ട മുതലയുടെ വാ പോലെ അങ്ങ് തുറന്ന്. അത് മതി മോളെ, ധാരാളം. പിന്നൊരു കാര്യം, അന്ന് ക്ഷേത്രത്തിൽ വെച്ച് ഉണ്ടായതുപോലെ എന്തെങ്കിലും അവിടെ ഉണ്ടായാൽ പിന്നെ ഈ മകനുമായിട്ടുള്ള ബന്ധം അങ്ങ് മറന്നേക്കണം. അയ്യോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ, പ്രോമിസ്. എന്നാൽ ഞാൻ ഫോൺ വെക്കുവാണേ. നന്ദു താങ്ക് യു നന്ദു. ഞാൻ നന്ദുവിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ട് വരാം. എന്നാൽ അത് വേണ്ട, വീട്ടിൽ ചെന്നിട്ട് ബാക്കി പണികളൊക്കെ ചെയ്ത് തീർത്തിട്ട് പോയാൽ മതി കേട്ടോ. നിനക്കിത് ആവശ്യമാടാ ദീപക്കെ. നീ ചെയ്തു കൂട്ടിയ പാവങ്ങളെന്നൊക്കെ ഒന്ന് ഓർത്തു നോക്കിക്കേ. ആ ദിവ്യയെ നിനക്ക് ജനിച്ച ആ കുഞ്ഞു എവിടാടാ? നീ പോയി ആദ്യം അത് അന്വേഷിച്ച് നിന്റെ തലയിലെ ശാപം പോകണമെന്നുണ്ടെങ്കിൽ അത് വല്ലതും പോയി നോക്ക്. ഒരടിമയോട് പറയുന്ന പോലെ നന്ദന പറയാം, നോക്ക് ദീപു, ജോലിയെല്ലാം ചെയ്തതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. അയ്യോ അതേ നന്ദു, അങ്ങനേ ചെയ്യത്തുള്ളൂ. എന്നിട്ട് നന്ദന മനസ്സിൽ പറയാം, അച്ഛന് പരോൾ കിട്ടുമ്പോഴേ അച്ഛനുമായിട്ട് സേഫായിട്ട് ഒരു രാജ്യത്തോട്ട് അങ്ങ് പറക്കണം. പ്രതാപവർമ്മയും കുടുംബം പിന്നീടുള്ള കാലം റോഡിലിരുന്ന് തെണ്ടും. കാണാവടി, പ്രതാപനൊരു നല്ല മോളുണ്ട്, നിന്നെപ്പോലല്ല. അവൾ അവിടെ അച്ഛനെ ഒരിക്കലും തെണ്ടാൻ വിടില്ല. നീ പക്ഷെ നിന്റെ അച്ഛനെ തെണ്ടാൻ വിട്ടേക്കും. കാരണം അങ്ങനത്തെ ഒരാളിൻ്റെ മകളാണല്ലോ നീ. അധികം കേക്ക് ഓർഡർ ചെയ്ത അതേ ബേക്കറി തന്നെ നല്ല ദീപക്കും വന്നു. അവിടെ വന്നിട്ട് അവൻ പറയുന്നു, ഒരു കേക്ക് വേണമല്ലോ, 1/2 കിലോയുടെ മതി. എന്നിട്ട് ഇതിൽ ഹാപ്പി ബർത്ത്ഡേ പ്രതാപ് വർമ്മയെന്ന് എഴുതണം. അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു, അയ്യോ സാർ, ആ പേരിൽ വേറെ ഒരാൾ വന്നോട് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ. വേറെ ആരെങ്കിലും വന്ന് പേര് പറഞ്ഞാൽ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഋതിയെ? അവളായിരിക്കുമല്ലോ ഋതിക. പിന്നെ ഞാനെന്തിനാ വെറുതെ കാശുകളെന്ന്? ഇവൻ ആരുടെ മോന? അംബികയുടേതല്ലേ? ആ കാശും അടിച്ചു മാറ്റി ആ കേക്കിൻ്റെ പകുതി എവിടെങ്കിലും കൊണ്ട് വിൽക്കാനും അവൻ നോക്കും. പെട്ടെന്ന് ആ വക്രബുദ്ധിക്കാരൻ പറഞ്ഞു, അതെൻ്റെ റിലേറ്റീവാ, കേക്ക് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നേരെ. ചോക്ലേറ്റ് കേക്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് കൂടെ എടുക്കും സാർ. എത്ര കിലോ ഓർഡർ ചെയ്തിരിക്കുന്നത്? 2 കിലോ. ഉടനെ ദീപക് പറയാം, എന്നാലൊരു കാര്യം ചെയ്യും, നമുക്കൊരു 7 പീസ് മതി. അങ്ങനെ ആകുമ്പോൾ ഒരു 1/2 കിലോ മതി. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞില്ലല്ലോ, 2 കിലോ ക്യാൻസൽ ചെയ്തിട്ട് 1/2 കിലോ തന്നാൽ മതി. എന്നിട്ട് ബാക്കി കാശിങ് തന്നേരെ. ആ കടക്കാരൻ പറയാം, അത് പറ്റില്ല സാർ, കേക്ക് ഉണ്ടാക്കി തീരാറായി. അത് മറ്റാരെങ്കിലും വരുമ്പോൾ തനിക്ക് കൊടുക്കാമല്ലോ. കസ്റ്റമേഴ്സ് ധാരാളം വരുന്നതല്ലേ. താനൊരു കാര്യം ചെയ്യും, 1/2 കിലോയുടെ ക്യാഷ് താൻ എടുത്തോ, ബാക്കി 1 കിലോയുടെ ക്യാഷ് എനിക്ക് തന്നാൽ മതി. നാണം കേട്ടവനെ. ആ ബേക്കറിക്കാരൻ അതിനേക്കാൾ തരികിടയാണെന്ന് തോന്നുന്നു. അവനത് സമ്മതിച്ചിട്ട് 1/2 കിലോയുടെ കേക്കിൽ പേരൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഋതികയുടെ കേക്കിൻ്റെ 1 കിലോയുടെ കാശ് ദീപക് അടിച്ചു മാറ്റി. എന്നിട്ട് അവൻ ആ കാശ് നോക്കിയിട്ട് പറയുന്നു, ഇന്നത്തെ കണി എന്തായാലും കൊള്ളാം. നീ എത്രയ്ക്കായാലും പഠിക്കില്ലല്ലോടാ ദീപക്ക്. നിനക്ക് നാണവും മാനവല്ലേ? നീ ആൺവർഗത്തിൻ്റെ ഒരു നാണക്കേട് തന്നെയല്ലേ? എന്തിനാടാ നീ മുഖത്ത് മീശയും വെച്ചോണ്ട് ഇങ്ങനെ നടക്കുന്നത്? നിർഗുണ പാഠശാലയിൽ വിട്ട് പഠിപ്പിക്കേണ്ട നിന്നെ പൊന്നുപെങ്ങളുടെ മകനാണല്ലോ എന്ന് കരുതി പോറ്റി വളർത്തിയതല്ലേടാ നിന്റെ അമ്മാവൻ. ഈ അമ്മാവനോടാണോടാ നീ കാണിക്കുന്ന ഇതൊക്കെ? നീയോ ഒന്നും മേടിച്ചു കൊടുക്കില്ല, വാങ്ങിച്ചു കൊടുക്കുന്നവരിൽ നിന്നും തട്ടിപ്പറിക്കാൻ നോക്കുന്നല്ലോ. എന്തായാലും അമ്മയ്ക്ക് തെറ്റാതെ പിറന്ന മോനായിപ്പോയി. എൻ്റെ ദൈവമേ, ആരായി നിൽക്കുന്നത്? ദീപക് ഇങ്ങനെ സന്തോഷത്തോടെ പൈസ നോക്കിയിട്ട് മുന്നോട്ട് നോക്കുമ്പോൾ അവനെ തന്നെ നോക്കി നിൽക്കുന്നു നമ്മുടെ രാജു. രാജുവിനെ കണ്ടതും പതറാൻ തുടങ്ങിയവന്. രാജു പുറത്തു നിന്ന കാഴ്ചയൊക്കെ നേരത്തെ കാണുന്നവായിരിക്കും. കാരണം ആ ഒരു ദേഷ്യത്തോടാണ് രാജു ഇങ്ങോട്ട് വന്ന് അവൻ്റെ നെഞ്ചത്തൊരൊറ്റ തൊഴി. അവൻ്റെ കയ്യിൽ നിന്ന് കേക്കും തെറിച്ചു പോയി. ദാണ്ട് അവൻ വെട്ടിയിട്ട ചക്ക പോലെ നിലത്ത് കിടക്കുന്നു. നെഞ്ചത്ത് കിട്ടിയ ചവിട്ടും തടയിക്കൊണ്ട് ദീപക് ആ കേക്ക് നോക്കുമ്പോൾ കേക്ക് ദാണ്ട ചെതറിക്കിടക്കുന്നു.
എന്താ ഇവിടെ നടന്നതെന്ന് പോലും അറിയാതെ ആ ബേക്കറി കടക്കാരൻ ഓടി വരുന്നുണ്ട്. ഇനിയാണ് കാര്യങ്ങൾ അറിയാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, രാജു ഇവനെ വെറുതെ വിടുവോ, ബേക്കറിക്കാരൻ ഇവനെ വെറുതെ വിടുവോ? എത്ര അടി കിട്ടിയാലും എത്ര തൊഴി കിട്ടിയാലും ഈ അംബികാസുധൻ പഠിക്കില്ല. അവൻ അങ്ങനത്തെ ഒരു ജന്മമായിപ്പോയി. ഇനി എന്തായിരിക്കും അടുത്തതായിട്ട് നമ്മുടെ രാജു ചെയ്യാൻ പോകുന്നത്? പ്രതാപൻ അവിടുത്തെ ഏറ്റവും വലിയൊരു കേക്കായിരിക്കും ഓർഡർ ചെയ്യുന്നതും ആ കേക്ക് എങ്ങനെയെങ്കിലും പ്രതാപൻ്റെ കയ്യിൽ എത്തുന്ന പോലെ രാജു അറേഞ്ച് ചെയ്യുകയും ചെയ്യും. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.